നമസ്കാരം, ധനുഷ് പീസ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിഗ്രി പ്രിലിംസ് എഴുതുന്നവർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ്. എക്കണോമിക്സിൻ്റെയും സിവിക്സിൻ്റെയും ഭാഗത്തുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ രണ്ട് ഘട്ടങ്ങളിൽ നടന്ന ചോദ്യങ്ങളും അതുപോലെ തന്നെ 2025 നടന്ന ഡിഗ്രി പ്രിലിംസിൻ്റെ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയൊരു സെഷനാണുള്ളത്. അപ്പോൾ രണ്ടിനും കൂടി, എക്കണോമിക്സിനും സിവിക്സിനും കൂടി 10 മാർക്ക് നമുക്ക് ചോദിക്കാറുണ്ട്. 10ലെങ്കിലും 8 മാർക്ക് വരെയെങ്കിലും 7 മാർക്ക് വരെയെങ്കിലും ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് സയൻസുകാർക്ക് എപ്പോഴും ഒരു വിഷയം പ്രയാസമുള്ളൊരു ഭാഗം തന്നെയായിരിക്കും എക്കണോമിക്സിൻ്റെ ഭാഗം, ഇല്ല. പരിചയമുള്ള കുറച്ച് ഭാഗവും പരിചയമില്ലാത്ത കുറച്ച് ഭാഗമുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസിലൂടെ നമുക്കൊന്ന് നോക്കാം. ക്വസ്റ്റ്യൻസ് ഏതൊക്കെ വരുന്നു നോക്കിയിട്ട് അതിലേത് വഴി പഠിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ദേശീയ വരുമാനം എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻസ്: മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം GDP, അല്ലേ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, മൊത്ത ദേശീയ ഉൽപ്പന്നം GNP, ഘടകമൂല്യത്തിൽ അറ്റ ദേശീയ ഉൽപ്പന്നം NNP അറ്റ് ഫാക്ടർ കോസ്റ്റ്, വ്യക്തിഗത വരുമാനം പേഴ്സണൽ ഇൻകം. ഇതിൽ ഏതാണ് ഉത്തരം? ഇതിൽ ഏതാണ് ദേശീയ വരുമാനം എന്നറിയപ്പെടുക? നമ്മുടെ ഉത്തരം ഇവിടെ ഓപ്ഷൻ സി ആണ്. അതായത് ഓപ്ഷൻ സി എന്ന് പറയുമ്പോൾ ഘടകമൂല്യത്തിൽ അറ്റ ദേശീയ ഉൽപ്പന്നമാണ് എന്ത് ദേശീയ വരുമാനം എന്നറിയപ്പെടുന്നത്. NNP അറ്റ് ഫാക്ടർ കോസ്റ്റാണ്. ഉത്തരം ഏതാണ്? ഘടകമൂല്യത്തിൽ അറ്റ ദേശീയ ഉൽപ്പന്നമാണെന്ത് ദേശീയ വരുമാനമെന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഘടകമൂല്യത്തിൽ അറ്റ ദേശീയ ഉൽപ്പന്നമാണെന്ത് ദേശീയ വരുമാനം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് GDP എന്ന് പറഞ്ഞാൽ എന്താണ് GDP? അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണെന്ത് GDP എന്ന് പറയും. അതായത് മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം, അതാണ് GDP എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച എല്ലാ അന്തിമ സാധന സേവനങ്ങളുടെയും പണത്തിൻ്റെ മൂല്യമാണെന്ത് അവരുടെ GDP എന്ന് പറഞ്ഞാൽ. ഒരു രാജ്യത്തിൻ്റെ അതിൻ്റെ അതിർത്തിക്കുള്ളിൽ ഒരു വർഷം കൊണ്ട് ഉൽപ്പാദിപ്പിച്ച എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണെന്ത് GDP എന്ന് അറിയപ്പെടുക. ഓക്കെ, GDP അപ്പോൾ അതാണ് ഗ്രോസ് ഡൊമസ്റ്റിക്, നമ്മുടെ അകത്തുനിന്ന് ഉൽപ്പാദിപ്പിക്കണം, അല്ലേ, അതാണ് ഡൊമസ്റ്റിക് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കണം. GDP അതാണ് അവിടെ നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന, അതിനകത്തുനിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണെന്ത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ GDP എന്ന് അറിയപ്പെടും. ഓക്കെ, അതാണല്ലോ. ഇനി എന്നാ GNP എന്ന് പറഞ്ഞാൽ എന്താണ്? GNP പറഞ്ഞൊക്കെ എന്താണ്? മൊത്തം ദേശീയ ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച എല്ലാ അന്തിമ സാധന സേവനങ്ങളുടെയും പണമൂല്യമാണെന്ത് മൊത്തം ദേശീയ ഉൽപ്പന്നം എന്ന് പറയുക. മൊത്തം ദേശീയ ഉൽപ്പന്നം എന്ന് പറയുക. നേരത്തെ മറ്റേ GDP എന്താണ്? അതിൻ്റെ അതിർത്തിക്കുള്ളിൽ തന്നെ വേണമായിരുന്നു. ഇവിടെ പക്ഷെ അതെന്തില്ല, അത് ഒരു രാജ്യത്ത് ഇവിടെ GNP എന്താണ്? ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച എല്ലാ അന്തിമ സാധന സേവനങ്ങളുടെയും പണമൂല്യം നമുക്ക് GNP ആയിട്ട് ഉൾപ്പെടുത്താൻ പറ്റും. മനസ്സിലായോ? എന്ന് പറയുമ്പോൾ ആ വ്യത്യാസം എങ്ങനെയാണ്? ഒരു സമ്പദ് വ്യവസ്ഥയുടെ GNP വേണമെങ്കിൽ എന്ത് വേണം? അതിൻ്റെ GDPയോട് കൂടി, ഇതിപ്പോൾ എന്താണോ രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ചത് അതിനോട് എന്ത് കൂട്ടണമായിരുന്നു? വിദേശത്ത് നിന്ന് കിട്ടുന്ന അറ്റ ഘടക വരുമാനവും കൂടി കൂട്ടണം എന്ന് പറഞ്ഞ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം ദി എബ്രോഡോട് കൂട്ടി വെക്കണം. ഒന്നുകൂടി പറയാം, ഒരു സമ്പത്ത് ഇപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ GDPയും GNPയും പഠിച്ചില്ലേ? രണ്ടും സാധന സേവനങ്ങളുടെ ഉൽപ്പന്നമാണ്, അല്ലേ? ഒന്നെന്താണ്? GDP എന്താണ്? ആഭ്യന്തര, അതിൻ്റെ രാജ്യത്തിനകത്ത് തന്നെ വേണം. മറ്റേത് രാജ്യത്തുള്ളതാണ്. ഇനി എങ്ങനെ നമുക്ക് എന്താ GNP നമുക്ക് എങ്ങനെ ലഭിക്കും എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റണം? GDP പ്ലസ് ആരും കൂടി വേണം, വിദേശത്ത് നിന്ന് കിട്ടുന്ന അറ്റ ഘടക വരുമാനം കൂടി ലഭിച്ചെങ്കിൽ മാത്രം നമുക്ക് GNP ലഭിക്കുകയുള്ളൂ. അപ്പോൾ GNP എന്ന് പറയുമ്പോൾ എങ്ങനെ ആവണം? GDP പ്ലസ് ആരും കൂടി വേണം, നമുക്ക് പുറത്തുനിന്നും ഫോറിൽ നിന്നും കിട്ടുന്ന അറ്റ ഘടക വരുമാനം കൂടി നമ്മൾ പ്ലസ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അതാണെന്ത് GNP എന്ന് പറയുക. ഓക്കെ, അപ്പോൾ GNP എന്താണ്? GDP പ്ലസ് NFI എന്ന് പറഞ്ഞാൽ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡാണ്. മനസ്സിലായോ? അതാണെന്ത് GNP എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ്? ദേശീയ വരുമാനം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഘടകമൂല്യത്തിൽ അറ്റ ദേശീയ ഉൽപ്പന്നം കിട്ടുന്നതാണെന്ത് നമ്മുടെ ദേശീയ വരുമാനമെന്ന് പറയാം. ഓക്കെ, അടുത്ത ചോദ്യം, ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ഗരീബി ഘടാവോ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് ലക്ഷ്യമിട്ടത്?
ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ഗരീബി ഘടാവോ അല്ലെങ്കിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജന എന്ന് ലക്ഷ്യമിട്ട ഏത് പരിപാടിയാണ്? ഉത്തരം ഏതാണ്? ഉത്തരം 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ഗരീബി ഘടാവോ എന്ന പദ്ധതി ലക്ഷ്യമിട്ടത്. 5ാമത്തെ പഞ്ചവത്സര പദ്ധതി. 5ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ ഇന്ദിരാഗാന്ധിയുടെ സമയമാണത്. അവിടെ മറ്റൊന്നറിയപ്പെടുന്നത് എന്താണ്? ധർമ്മ മോഡൽ എന്ന് പറയുന്നത് എന്താണ്? 5ാം പഞ്ചവത്സര പദ്ധതി സമയത്തുള്ള സംഭവമാണ്. ധർമ്മ മോഡൽ ഓർത്ത് വയ്ക്കാൻ പറ്റും. ഇന്ദിരാഗാന്ധിയാണ് എന്ത് പറയുക, ഗരീബി ഘടാവോ എന്ന മുദ്രാവാക്യം പുറപ്പെടുവിക്കുക. അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ധർമ്മ മോഡലാണ് അവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 3ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം എന്താ? 3ാം പഞ്ചവത്സര പദ്ധതിക്ക് ശരിക്കും എന്താ പറയുക? അവിടെ എന്തായിരുന്നു? ഭക്ഷ്യ സ്വയം പര്യാപ്തതയും സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയും. ഭക്ഷ്യവും സമ്പദ്ഘടനയും ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യമാകട്ടെ ഇതും. ഭക്ഷ്യവും അതുപോലെ തന്നെ സമ്പദ്ഘടനയും കൂടി ചേർന്ന് വരുന്നതാണ് എന്താ? 3ാമത്തത്. ഭക്ഷ്യ സ്വയം പര്യാപ്തത അതുപോലെ സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത രണ്ടും കൂടി ചേരുന്നതാണ് എന്താ? 3ാമത്തത്. ഇല്ല, 1, 2, 3 പറയുന്ന പോലെ 3ാമത്തെ എന്താണ്? 3ാം പഞ്ചവത്സര പദ്ധതി എന്താണ്? ഭക്ഷ്യ സ്വയം പര്യാപ്തതയും സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയും ചേർന്ന് വരുന്നതാണ് എന്ത്? 3ാമത്തെ പഞ്ചവത്സര പദ്ധതി എന്ന് പറയും അല്ലേ. ഇനി എന്നാ പറഞ്ഞ 4ാമത്തേത് എങ്ങനെയായിരുന്നു? 4ാമത്തെ എന്താണ്? സ്ഥിരതയോട് കൂടിയ വളർച്ചയാണെന്ത്? 4ാമത്തെ പഞ്ചവത്സര പദ്ധതി. ഓക്കെ, 5 നമുക്കറിയാം എന്താണ്? ഗരീബി ഘടാവോ അല്ലെന്ന് പറയും, ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് അത്. എന്നാൽ 6 ശരിക്കും എന്താണ്? കാർഷിക വ്യവസായ മേഖലയുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക. 6 ശരിക്കും എന്താണ്? കാർഷികമാണ്. 6 ശരിക്കും എന്താണ്? കാർഷികമാണ്. ഇവിടെ നമ്മൾക്ക് ചോദിച്ചേക്കുന്ന ചോദ്യം എന്താണ്? ഗരീബി ഘടാവോ അല്ലെങ്കിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ചാണ് നമുക്ക് ചോദിച്ചേക്കുന്നില്ലേ. അതിൻ്റെ ഉത്തരം എന്താണ്? 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. അതിൻ്റെ ഉത്തരം അവരില്ല. അവിടെ ഇന്ദിരാഗാന്ധിയെ നമ്മൾ ഓർത്ത് വെക്കണം. അവിടുത്തെ മോഡൽ ഏതായിരുന്നു? ധർമ്മ മോഡലാണ് അവിടെ അറിയപ്പെടുക. ഇവിടെ കൈവരിച്ച 5ാം പഞ്ചവത്സര പദ്ധതി കൈവരിച്ച അല്ലെ മുന്നോട്ട് വെച്ച വളർച്ചാ നിരക്ക് 4.4. കിട്ടിയത് എത്രയായിരുന്നു അവർക്ക്? 4.8% അവർക്ക് കിട്ടി. ഈ സമയത്ത് വരുന്ന ഒരു പരിപാടിയുണ്ട്. ഏതാണ്? ICDS പരിപാടിയുണ്ട്. ഭക്ഷ്യമല്ല അല്ലേ, ദാരിദ്ര്യ നിർമ്മാർജ്ജനമല്ല. ഇപ്പം നോക്കുമ്പോൾ ICDS പരിപാടി ഈ സമയത്ത് വന്നിട്ടുള്ള പരിപാടിയാണ്. ICDS പരിപാടി അല്ലേ. അപ്പോൾ ഓർക്കുക, ഒന്നുകൂടി പറയാം. ഗരീബി ഘടാവോ ശരിക്കും എന്താണ്? ഏതാണ്? 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. ധർമ്മ മോഡലിനെ ഓർക്കുക. ഇന്ദിരാഗാന്ധി ഓർക്കുക ഇല്ലേ, ഇന്ദിരാഗാന്ധി ഓർക്കുക. അവിടെ എന്താ? മിനിമം നീഡ് പ്രോഗ്രാമൊക്കെ ആരംഭിച്ച സമയം ഇത് തന്നെയാണ്. ഓക്കെ, ഈ സമയത്ത് എന്ത് നടക്കുക? അടിയന്തരാവസ്ഥ നടക്കുന്ന സമയം ഇത് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് വേറെന്ത് പറയാം? ICDS സംയോജിത ശിശു വികസന പരിപാടി, സംയോജിത ശിശു വികസന സേവന പദ്ധതി നടക്കുന്നതും ഈ സമയത്താണ്. ഓക്കെ, അപ്പോൾ 5 അത്രയേ ഉള്ളൂ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ വേറൊരു പദ്ധതി എപ്പോഴും ചോദിക്കുന്ന 3ാമത്തെ വെച്ചിട്ടുണ്ട്. എപ്പോഴും എന്താണത്? ഭക്ഷ്യ സ്വയം പര്യാപ്തതയും സമ്പദ് സ്വയം പര്യാപ്തതയും കൂടെ ഒരു സംഭവമാണെന്ത്? 3ാം പഞ്ചവത്സര പദ്ധതി. 61, 66 കാലത്താണിത് സംഭവിക്കുക. 61, 66 കാലത്താണ് സംഭവിക്കുക അല്ലേ. അപ്പോൾ ഇതിൽ ആ സമയത്ത് എന്തൊക്കെ വരുന്നുണ്ട്? ഹരിത വിപ്ലവം വരുന്നുണ്ട്, ഗാഡ്ഗിൽ മോഡൽ വരുന്നുണ്ട്. ഇതൊക്കെ കണക്ട് ചെയ്ത് ഓർത്താൽ മതി. ഇന്ത്യ ചൈന യുദ്ധം വരുന്ന സമയം ഈ 62 സമയത്തൊക്കെ വരിക. ഓക്കെ, അപ്പോൾ അവിടെ 3ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ശരിക്കും എന്തായിരുന്നു? അവിടുത്തെ പരിപാടി എന്തായിരുന്നു? ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പത്തിൻ്റെ സ്വയം പര്യാപ്തത. അതൊന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ അത്രയോ. അതുകൊണ്ട് 2 ക്വസ്റ്റ്യൻസ് അത് കഴിഞ്ഞു. ഓക്കെ അല്ലേ. അടുത്തത് നീതി ആയോഗിൻ്റെ ഘടനയെക്കുറിച്ചുള്ള സത്യമായ പ്രസ്താവന ഏതൊക്കെയാണ്? നീതി ആയോഗിൻ്റെ പ്രസ്താവന ഇതാണ്. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നീതി ആയോഗിൻ്റെ ചെയർമാനാണ്. അടുത്തത് പ്ലാനിംഗ് കമ്മീഷനെ പോലെ നീതി ആയോഗിനും സ്ഥിരമായ 5 വർഷത്തെ കാലാവധിയുണ്ട്. അടുത്തത് നീതി ആയോഗിൻ്റെ ഭരണസമിതിയിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും മന്ത്രിമാർ, മുഖ്യമന്ത്രി ഉൾപ്പെടുന്നു. നീതി ആയോഗ് ഒരു സ്വയംഭരണ ഘടനാ സ്ഥാപനമാണ്. ഇതിൽ സത്യമായ പ്രസ്താവന ഏതൊക്കെയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഉത്തരം ഏതാണ്? ഉത്തരം 1ാമത്തെ 3ാമത്തെ എന്താണ്? സത്യമായ കാര്യങ്ങൾ. 1ഉം 3ഉമാണ് ശരി പ്രസ്താവനകൾ അല്ലേ. നമുക്കറിയാം ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നീതി ആയോഗിൻ്റെ ചെയർമാനായിരിക്കും എപ്പോഴും. അതുപോലെ തന്നെ നീതി ആയോഗിൻ്റെ ഭരണസമിതിയിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രി ഉൾപ്പെടുന്നുണ്ട്. നീതി ആയോഗിൻ്റെ ഭരണസമിതിയിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാർ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓക്കെ, നീതി ആയോഗിൻ്റെ എപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങളാണ്, ഓർത്ത് വെച്ച് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. നികുതി വരുമാനവും നികുതിയേതര വരുമാനവും സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏതാണ്? അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ പ്രസ്താവന രീതി കാണുമ്പോൾ കുറച്ച് ബോർ തോന്നും. പക്ഷേ
ഈ പ്രസ്താവന ചോദ്യങ്ങൾ വായിച്ചൊന്ന് നമ്മൾ അടിമപ്പെട്ടാൽ, അങ്ങനെ വേണം പറയാൻ. കാരണം അത് വായിച്ച് നമ്മളതിനെ വശത്താക്കി എടുത്തു കഴിഞ്ഞാൽ ഇത് വായിച്ച് ഉത്തരം കണ്ടെത്താൻ നമുക്ക് എളുപ്പമാണ്. നമ്മൾ ഒറ്റ വാക്കുകൾ കണ്ട് പഠിച്ച് പോകുമ്പോൾ നമുക്ക് പിന്നെ ഇത് കാണും പാട് വരുന്നത്. എന്നാൽ ഇതേലൊരു 10-35 ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചെയ്ത് നോക്കിക്കേ, അത് കഴിയുമ്പോൾ നമുക്കിത് വായിച്ചിട്ട് ഉത്തരത്തിലൊക്കെ എത്താൻ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ അങ്ങനെ ശീലിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെ പ്രസ്താവന നോക്കാം. നികുതി വരുമാനം വ്യക്തികളിൽ നിന്നും ബിസിനസ്സിൽ നിന്നുമാണ് ഈടാക്കുന്നത്. എന്നാൽ നികുതിയേതര വരുമാനം ബിസിനസ്സുകളിൽ നിന്ന് മാത്രമാണ് ഈടാക്കുന്നത്. സെക്കൻഡ് പോയിന്റ്, നികുതി വരുമാനം സർക്കാർ നിർബന്ധിതമായി ഈടാക്കുന്ന നികുതികളിലൂടെ ലഭിക്കുന്ന വരുമാനമാണ്. അതേസമയം നികുതിയേതര വരുമാനം സർക്കാർ സേവനങ്ങൾ, ഫീസ്, നിക്ഷേപങ്ങൾ എന്നിവ വഴി ലഭിക്കുന്നതാണ്. നികുതി വരുമാനവും നികുതിയേതര വരുമാനവും സർക്കാരിലേക്കുള്ള നിർബന്ധിത പ്ലേസ്മെൻറ്റുകളാണ്. നികുതിയേതര വരുമാനത്തിൽ പിഴകളിൽ നിന്നും ശിക്ഷകളിൽ നിന്നും കിട്ടുന്ന വരുമാനം ഉൾപ്പെടുന്നു, എന്നാൽ പലിശ വരുമാനം ഉൾപ്പെടുന്നില്ല. ഇവിടെ നമുക്ക് ഉത്തരം എന്താണ് അല്ലേ? ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? നികുതി വരുമാനവും നികുതിയേതര വരുമാനവും സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. രണ്ടാമത്തെ മാത്രമാണെന്ന് നമുക്ക് ശരിയായ പ്രസ്താവന. രണ്ടാമത്തെ മാത്രമാണ് നമ്മുടെ ശരി പ്രസ്താവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നികുതി വരുമാനം സർക്കാർ നിർബന്ധിതമായി ഈടാക്കുന്ന നികുതികളിലൂടെ ലഭിക്കുന്ന വരുമാനമാണ്. നികുതി വരുമാനം സർക്കാർ നിർബന്ധിതമായി ഈടാക്കുന്ന നികുതികളിലൂടെ ലഭിക്കുന്ന വരുമാനമാണ്. അത് കൊടുത്തേ പറ്റൂ എന്ന് പറയും. അപ്പോൾ അതേസമയം നികുതിയേതര വരുമാനം എന്ന് പറയാൻ സർക്കാർ സേവനങ്ങൾ, ഫീസ്, നിക്ഷേപങ്ങൾ എന്നിവ വഴി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, നികുതി വരുമാനം സർക്കാർ നിർബന്ധിതമായി ഈടാക്കുന്ന നികുതികളിലൂടെ ലഭിക്കുന്ന വരുമാനമാണ്. അതേസമയം നികുതിയേതര വരുമാനം സർക്കാർ സേവനങ്ങൾ, ഫീസ്, നിക്ഷേപങ്ങൾ എന്നിവ വഴി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നികുതി വരുമാനവും നികുതിയേതര വരുമാനവും എന്താണ് ഒന്നുകൂടി നോക്കാം. അപ്പോൾ റവന്യൂ വരവുകളെയാണ് നമ്മൾ തിരിച്ചേക്കുന്നത്. എങ്ങനെയാണ്? നികുതി വരുമാനമൊന്നും, അത് ടാക്സ് റവന്യൂ എന്നും നോൺ ടാക്സ് റവന്യൂ എന്നും പറയും. അതായത് റവന്യൂ വരവുകൾ. റവന്യൂ വരവെന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെൻറ്റിന് ബാധ്യത ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ആസ്തികൾ ക്ഷയിപ്പിക്കുകയോ ചെയ്യുന്ന വരവാണെന്ന് റവന്യൂ വരവെന്ന് നമുക്ക് പറയും അല്ലേ? അതായത് നമുക്ക് സർക്കാരിൽ നിന്നും തിരിച്ചൊന്നും അവകാശപ്പെടാൻ കഴിയാത്ത അല്ലെങ്കിൽ സർക്കാരിലേക്ക് നമുക്ക് കൊടുക്കേണ്ടുന്ന, സർക്കാർ ലഭിക്കേണ്ടുന്ന വരുമാനമാണെന്ന് പറയുന്നത് റവന്യൂ വരും പറയാം. സർക്കാരിലേക്ക് നമ്മൾ കൊടുക്കേണ്ടുന്ന സർക്കാരിലേക്ക് കൊടുക്കേണ്ടുന്ന വരുമാനമാണെന്ന് നമുക്ക് റവന്യൂ വരുമാനം എന്ന് പറയാം. പ്രധാനമായിട്ട് റവന്യൂ വരുമാനം എന്ന് പറഞ്ഞാൽ ശരിക്കും ഏതാണ്? നികുതി വരുമാനമാണ്. ഓക്കെ, അപ്പോൾ റവന്യൂ വരുമാനമാണ് രണ്ട് തിരിച്ചൊക്കെ എന്തൊക്കെയാണ്? ഒന്ന് നികുതി വരുമാനവും ടാക്സ് റവന്യൂ, മറ്റൊന്ന് നികുതിയേതര നോൺ ടാക്സ് റവന്യൂമാണ് ഇല്ലേ? അപ്പോൾ നമ്മൾ കൊടുക്കുന്നതെല്ലാം ശരിക്കും നികുതി കൊടുക്കാൻ നമ്മൾ ജീവിക്കുന്നതല്ലേ അല്ലേ? നികുതി നൽകുന്ന വ്യക്തി എന്ന് പറയുന്നുണ്ട് നികുതിദായകൻ എന്നാണ് പറയുക. അവിടെ കേന്ദ്ര ഗവൺമെൻറ് നികുതി അടയ്ക്കാറുണ്ട്, സംസ്ഥാന ഗവൺമെൻറ് നമ്മൾ നികുതി അടയ്ക്കാറുണ്ട്. അപ്പോൾ നികുതി ശരിക്കും പറഞ്ഞാൽ എന്താണ്? നികുതി വരുമാനം റവന്യൂ വരവിൻ്റെ ആണെന്ത്? നികുതി വരുമാനവും ഇല്ല, അല്ലെങ്കിൽ സർക്കാരിലേക്ക് കൊടുക്കുന്ന വരുമാനമാണെന്ത്? റവന്യൂ വരുമാനം നമ്മൾ പറയുക. ഓക്കെ, അപ്പോൾ അത് രണ്ടായി തിരിച്ചിട്ടുണ്ട്. നികുതി വരുമാനം, നികുതിയേതര വരുമാനം എന്ന് പറയും. അപ്പോൾ നികുതിയേതര ഏതൊക്കെയാണ് അല്ലേ? നികുതി എന്ന് പറയുമ്പോൾ നമ്മൾ പരോക്ഷമായും കൊടുക്കും, പ്രത്യക്ഷമായും കൊടുക്കാറുണ്ട് അല്ലേ? പരോക്ഷമായും നേരിട്ടും കൊടുക്കാറുണ്ട്, അല്ലാതെയും കൊടുക്കും. പരോക്ഷമായിട്ട് പ്രത്യക്ഷമായിട്ട് നികുതി നമ്മൾ കൊടുക്കാറുണ്ട്. നികുതി ഇതര വരുമാനം ശരിക്കും എന്താണ്? നികുതി ഇല്ലാത്തത് ഏതൊക്കെയാണ്? നികുതി വരുമാനം ഏതൊക്കെയാണ്? അത് പഠിച്ചു നോക്കാം. ഏതൊക്കെയാണത്? ഒന്ന് ഫീസാണ്. നികുതിയേതര വരുമാനം ഏതൊക്കെ? ഒന്ന് ഫീസാണ്. ഫീസ് നികുതിയേതര വരുമാനം. ഓക്കെ, ഒന്ന് ഫീസ്. അതുപോലെ മറ്റൊന്നെന്താണ്? ഫൈന്, പെനാൽറ്റികൾ, പിന്നെ ഗ്രാൻറ്റ്, പലിശകൾ, ലാഭമൊക്കെ എന്താണ് അല്ലേ? അതൊക്കെ ശരിക്കും എന്താണ്? നമ്മുടെ നികുതിയേതര വരുമാനത്തിൽപ്പെടുന്നതാണ്, നോൺ ടാക്സ് റവന്യൂ പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് നികുതി വരുമാനവും നികുതിയേതര വരുമാനവും അല്ലേ? അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് വായിച്ചപ്പോൾ ഒന്നുകൂടെ കണക്ഷൻ ശരിക്കും കിട്ടുമെന്നത് അല്ലേ? നികുതി വരുമാനം സർക്കാർ നിർബന്ധിതമായി ഈടാക്കുന്ന നികുതികൾ ലഭിക്കുന്ന വരുമാനമാണ്. ഓക്കെ, നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. എന്നാൽ നികുതിയേതരം ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഫീസും നിക്ഷേപങ്ങളും ഒക്കെയാണ്. ഈ ഫീസ് എന്ന് പറയുമ്പോൾ സർക്കാർ സേവനങ്ങൾക്കുള്ള പ്രതിഫലമായി ഈടാക്കുന്ന തുകയാണ് ശരിക്കും എന്ത്? ഫീസ് എന്ന് പറയാം. സർക്കാർ സേവനങ്ങൾക്കുള്ള പ്രതിഫലമായി ഈടാക്കുന്ന തുകയാണെന്ത്? ഫീസ് എന്ന് പറയും. ഉദാഹരണം നമുക്കെന്ത് പറയാം? ലൈസൻസ് ഫീസ് അല്ലേ? ട്യൂഷൻ ഫീസൊക്കെ അതാണ് അല്ലേ? എന്നാൽ നിയമം ലംഘിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഫീസ് ഉണ്ട്, അതേതാണ്? ഫൈനുകളും പെനാൽറ്റികളും ഒക്കെ. ഒരു നിയമം ലംഘിക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന ശിക്ഷകൾ തരത്തില്ലേ? ആ ഫീസ് ഏതൊക്കെയാണ്? അതെന്താണ് സംഭവം? ആ വരുമാനം അവർക്ക് എങ്ങനെയാണ് കിട്ടുക? ഫൈനുകളിലൂടെയും
പെനാൽറ്റി കൂടിയായിരിക്കും അവർക്ക് കിട്ടുക അല്ലേ. ഫൈനായിട്ടും പെനാൽറ്റി ആയിട്ട് നമുക്ക് ശിക്ഷയായിട്ട് കിട്ടുന്ന സംഭവമാണിത്. അപ്പോൾ അതാണ് നികുതി ഇതര വരുമാനങ്ങൾ, അതൊക്കെയാണ്. നികുതി ഇതര വരുമാനം അതൊക്കെയാണ്. നികുതി ഇല്ലാത്ത സ്രോതസ്സിൽ നിന്നും ലഭിക്കുന്ന വരുമാനമാണെന്ത്? നികുതിയേതര വരുമാനം അല്ലേ. അതാണ് നികുതിയേതര വരുമാനം. നികുതിയില്ലാത്ത സ്രോതസ്സിൽ നിന്നും ലഭിക്കുന്ന വരുമാനമാണെന്ത്? നികുതിയേതര വരുമാനം. അപ്പോൾ റവന്യൂ വരവിനെ അടിസ്ഥാനമാക്കി രണ്ടായി തിരിച്ചേക്കുന്ന സംഭവമാണെന്നിത് അല്ലേ. റവന്യൂ വരവിനെ സർക്കാരിന് കൊടുക്കേണ്ട സംഭവമാണ് റവന്യൂ വരവെന്ന് പറയാം. ആ റവന്യൂ വരവിനെ അടിസ്ഥാനമാക്കി തിരിച്ചേക്കുന്ന സംഭവങ്ങളാണെന്ത്? നികുതി വരുമാനവും നികുതിയേതര വരുമാനവും. ടാക്സും ടാക്സ് അല്ലാത്തതും. ഓക്കെ, അതിൽ നമ്മൾ നികുതി എപ്പോഴും കൊടുക്കുന്നുണ്ട്. നികുതി എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് മീൻസ് പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും നമ്മൾ കൊടുക്കാറുണ്ട് നികുതി. ഓക്കെ, അടുത്തത് വരുമാനക്കമ്മിയും ധനക്കമ്മിയും തമ്മിലുള്ള വ്യത്യാസം ശരിയായി വ്യക്തമാക്കുന്ന പ്രസ്താവന ഇവിടെ ഏതാണ് അല്ലേ. കൺഫ്യൂഷൻ അടുപ്പിക്കുന്ന ഉത്തരം ഞാൻ പറയാം. ഓപ്ഷൻ എ ആണ് അല്ലേ. ഓപ്ഷൻ എ ആണ് നമുക്ക് ഉത്തരമായിട്ടുള്ളത്. വരുമാനക്കമ്മിയും ധനക്കമ്മിയും തമ്മിലുള്ള വ്യത്യാസം ശരിയായി പ്രസ്താവിക്കുന്ന എവിടെയാണത്? റവന്യൂ കമ്മി ഉണ്ടാകുന്നത് റവന്യൂ വരുമാനം റവന്യൂ ചിലവിനേക്കാൾ കുറവാകുമ്പോഴാണ്. അതേസമയം ധനക്കമ്മി പ്രതിനിധീകരിക്കുന്നത് കടബാധ്യത കൂടാതെയുള്ള ആകെ വരവിൽ നിന്ന് അധികമായി വരുന്ന ആകെ ചിലവാണ്. ഓക്കെ, നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ്. വരുമാനക്കമ്മിയും ധനക്കമ്മിയും തമ്മിൽ വ്യത്യാസമാണ് അവിടെ ചോദിച്ചേക്കുന്നത്. ഉത്തരം എന്താണ്? റവന്യൂ കമ്മി ഉണ്ടാകുന്നത് റവന്യൂ വരുമാനം റവന്യൂ ചിലവിനേക്കാൾ കുറവാകുമ്പോഴാണ്. ഇനി ധനക്കമ്മി പ്രതികരിക്കുന്ന എപ്പോഴാണ്? കടബാധ്യത കൂടാതെയുള്ള ആകെ വരവിൽ നിന്നും അധികമായി വരുന്ന ആകെ ചെലവാണെന്ത്? ഈ ധനക്കമ്മി എന്ന് പറയാം. ധനക്കമ്മി എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലാകാൻ ഞാൻ പറയാം. റവന്യൂ കമ്മി എന്ന് ശരിക്കും പറഞ്ഞാൽ എന്താ? ഒറ്റ വാക്ക് നമുക്കെന്ത് പറയാം? ഈ റവന്യൂ കമ്മി ധനക്കമ്മി എന്നൊക്കെ പറഞ്ഞ സംഭവം എന്താണ്? ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കമ്മി മീൻസ് കുറവ്. ഗവൺമെൻറ്റിൻ്റെ കമ്മി രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ് എന്തൊക്കെ? ഗവൺമെൻറ്റിൻ്റെ കമ്മികൾ. റവന്യൂ കമ്മിയും ധനക്കമ്മിയും അതുപോലെ പ്രാഥമിക കമ്മിയൊക്കെ അതാണ് അല്ലേ. ഇനി റവന്യൂ കമ്മി എന്ന് പറഞ്ഞാൽ മാത്രം എന്താണ്? അതെപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ഈ തരത്തിലല്ലെങ്കിൽ പോലും മറ്റൊരു തരത്തിൽ ചോദിക്കാതെ റവന്യൂ കമ്മി ശരിക്കും എന്താണ്? അതായത് ഗവൺമെൻറ്റിൻ്റെ റവന്യൂ ചെലവ് അതിൻ്റെ റവന്യൂ വരവിനേക്കാൾ കൂടുതലാകുന്ന സാഹചര്യമാണത് റവന്യൂ കമ്മി. കമ്മി മീൻസ് കുറവെന്ന് ഓർത്ത് വെക്കുക. ഗവൺമെൻറ്റിൻ്റെ റവന്യൂ ചെലവ് അതിൻ്റെ റവന്യൂ വരവിനേക്കാൾ കൂടുതലാകുമ്പോഴുള്ള സാഹചര്യത്തിൽ വരുന്ന സംഭവമാണെന്ത്? റവന്യൂ കമ്മി. ചെലവ് വരവിനേക്കാൾ കൂടുതലാകുമ്പോൾ വരുന്നതാണെന്ത്? കമ്മി. അത് ഓർത്ത് വെക്കുക. റവന്യൂ കമ്മി അപ്പോൾ ശരിക്കും എന്താണ്? റവന്യൂ ചെലവ് മൈനസ് റവന്യൂ വരവെന്നാണ്. ഓക്കെ, അതാണെന്ത്? റവന്യൂ കമ്മി എന്ന് പറയും. മറ്റൊരിടത്ത് പറഞ്ഞാൽ നമുക്കെന്ത് പറയാം? വരുമാനത്തേക്കാൾ കൂടുതൽ സർക്കാർ ചെലവഴിക്കുന്നു. ഓക്കെ, വരുമാനത്തേക്കാൾ കൂടുതൽ സർക്കാർ ചെലവഴിക്കുന്നു എന്നതിൻ്റെ സൂചനയാണെന്ത്? റവന്യൂ കമ്മി വരിക. വരുമാനത്തേക്കാൾ കൂടുതൽ സർക്കാർ ചെലവഴിക്കുന്നു. അപ്പോഴെന്ത് സംഭവിക്കുന്നുണ്ട്? റവന്യൂ കമ്മി വരും. ഈ ധനക്കമ്മി എന്ന് പറഞ്ഞാൽ എന്താണ്? ധനക്കമ്മി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? അതായത് ഗവൺമെൻറ്റിൻ്റെ മൊത്തം ചെലവും വായ്പ ഒഴികെയുള്ള മൊത്തം വരവും. ഗവൺമെൻറ്റിൻ്റെ മൊത്തം ചെലവും വായ്പ ഒഴികെയുള്ള മൊത്തം വരവും. അവിടെ ഗവൺമെൻറ്റിൻ്റെ മൊത്തം ചെലവും വായ്പ ഒഴികെയുള്ള മൊത്തം വരവും തമ്മിലുള്ള വ്യത്യാസമാണിത് ധനക്കമ്മി എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതാണെന്ത്? ധനക്കമ്മിയും മറ്റൊന്നെന്താണ്? റവന്യൂ കമ്മിയും തമ്മിൽ ഉള്ള വ്യത്യാസം. കിട്ടിക്കാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ റവന്യൂ കമ്മി ശരിക്കും എന്താണ്? റവന്യൂ കമ്മി എന്ന് പറഞ്ഞാൽ എന്താണ്? റവന്യൂ കമ്മി എന്താണ്? ഒരു ഗവൺമെൻറ്റിൻ്റെ റവന്യൂ ചെലവ് അതിൻ്റെ റവന്യൂ വരവിനേക്കാൾ കൂടുതലാകുന്ന സാഹചര്യമാണെന്ത്? റവന്യൂ കമ്മി എന്ന് പറയും. അതായത് വരുമാനത്തേക്കാൾ കൂടുതൽ സർക്കാർ ചെലവഴിക്കുമ്പോൾ ഉള്ള സംഭവമാണെന്ത്? റവന്യൂ കമ്മി എന്ന് പറയും. ധനക്കമ്മി ശരിക്കും എന്താണ്? ഗവൺമെൻറ്റിൻ്റെ മൊത്തം ചെലവും വായ്പ ഒഴികെയുള്ള മൊത്തം വരവും തമ്മിലുള്ള വ്യത്യാസമാണെന്ത്? ധനക്കമ്മി ഉണ്ടാവും അല്ലേ. പണത്തിൻ്റെ കമ്മി ഉണ്ടാകുന്നതോടെ മൊത്തം ചെലവേ മൈനസ് വായ്പ ഒഴികെയുള്ള മൊത്തം വരവ്. മൊത്തം ചെലവേ മൈനസ് വായ്പ ഒഴികെയുള്ള മൊത്തം വരവാണെന്ത്? ധനക്കമ്മി എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ പോയിൻറ്റ്സ് കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് നമുക്കതിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
എല്ലാ സർക്കാർ സേവനങ്ങളും ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി ഇന്ത്യയിലെ പൗരന്മാർക്ക് ലഭ്യമാകുന്ന ലക്ഷ്യത്തോടുകൂടി ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച ഒരു സംരംഭമാണ് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ NEGP. താഴെ പറയുന്ന ഏത് വകുപ്പുകളാണ് നാഷണൽ ഗവേണൻസ് പ്ലാൻ NEGP രൂപീകരിച്ചത്? ഓപ്ഷൻസിൽ പ്രസ്താവന നോക്കി അതൊക്കെ നോക്കാം നമുക്ക്. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, ഭരണപരിഷ്കാരങ്ങളുടെയും പൊതുപരാതികളുടെയും വകുപ്പ്, കേന്ദ്ര ഇ ഗവേണൻസ് വകുപ്പ്, ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജി ഓഫീസ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് നോക്കണം. ചോദ്യങ്ങൾ മാത്രം വായിച്ചിട്ട് കാര്യമില്ല, ഓപ്ഷൻസ് നോക്കുക, ഉത്തരങ്ങളിലേക്ക് എത്തി നോക്കണം, എന്നിട്ട് നമ്മൾ തീരുമാനിക്കപ്പെടണം. ഓക്കെ, പിന്നെ ഡിഗ്രി പ്രിലിംസ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ 4 ഉണ്ട്. അതിൽ ഏതൊക്കെയാണ് വരിക എന്ന് നോക്കാം. ഉത്തരം ശരിക്കും എന്താണ് ഉത്തരം എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1ഉം 2ഉമാണ് വരിക. 1ഉം 2ഉമാണ് അതിൽ വരിക. ഓക്കെ, അതായത് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ രൂപീകരിച്ച എന്തൊക്കെ വഴിയാണ് അല്ലേ? അത് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, അതുപോലെ തന്നെ ഏതൊക്കെയാണ്? ഭരണപരിഷ്കാരങ്ങളുടെയും പൊതുപരാതികളുടെയും വകുപ്പുകളിലൂടെയാണ്. ഓക്കെ, ഒന്നുകൂടി ചോദ്യം. എല്ലാ സർക്കാർ സേവനങ്ങളും ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി ഇന്ത്യയിലെ പൗരന്മാർക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച ഒരു സംരംഭമാണ് ഏത്? ഇ ഗവേണൻസ് പ്ലാൻ. നമുക്കറിയാതെ. ഇനി ഏത് വകുപ്പുകളാണ് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ രൂപീകരിക്കുക? ഏത് വകുപ്പുകളാണ്? ഒന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വേണം, IT വേണം, നമുക്കറിയാം. അതുപോലെ തന്നെ ഭരണപരിഷ്കാരങ്ങളുടെയും പൊതുപരാതികളുടെയും വകുപ്പും കൂടി എന്താണ്? ഇതിൻ്റെ കൂടിയുണ്ട്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അപ്പോൾ ഇ ഗവേണൻസ് ആണ് ചോദ്യം. അതിൻ്റെ ഉത്തരം അതാണ്. അടുത്ത ചോദ്യം. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 24 പ്രകാരം കേരള സർക്കാർ ചില സംഘടനകളെ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ വിവരങ്ങൾ നൽകാൻ അവർ ബാധ്യസ്ഥരാണ്. ഏതൊക്കെ സാഹചര്യങ്ങൾ നോക്കാം? പോലീസിങ്, അഴിമതി, മനുഷ്യാവകാശ ലംഘനങ്ങൾ, അഭിമാനക്കൊലകൾ. ഇതിൽ ഏതൊക്കെ സാഹചര്യങ്ങൾ വഴിയാണ് വിവരങ്ങൾ നൽകാൻ ബാധ്യസ്ഥരായിട്ടുള്ളത് അല്ലേ? ഏതൊക്കെയാണ്? ഉത്തരം എന്താണ്? ഉത്തരം നമുക്കറിയാം. ഉത്തരം എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി 2ഉം 3ഉമാണ് വരികയില്ല. അതായത് ചില സംഘടനകളെ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ പല സാഹചര്യങ്ങളും നമുക്ക് കൊടുക്കേണ്ടത് വരുന്നുണ്ടല്ലേ? കൊടുക്കണം. ആർക്ക് കൊടുക്കണം? 2ഉം 3ഉംകാർക്ക് കൊടുക്കുക. അതായത് അഴിമതി അല്ലേ? അഴിമതി, അതുപോലെ എന്താണ്? മനുഷ്യാവകാശ ലംഘനങ്ങൾ നമ്മൾ കൊടുക്കേണ്ടി വരുന്നുണ്ട്. മനസ്സിലായോ? അഴിമതി, മനുഷ്യാവകാശ ലംഘനം നമ്മൾ കൊടുക്കേണ്ടി വരുന്നുണ്ട്. ഒന്നുകൂടി ചോദ്യം. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 24 പ്രകാരം കേരള സർക്കാർ ചില സംഘടനകളെ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ താഴെ പറഞ്ഞ സാഹചര്യങ്ങളിൽ വിവരങ്ങൾ നൽകാൻ അവർ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഏതൊക്കെ സാഹചര്യമാണിത്? അഴിമതിയുടെ സാഹചര്യം വന്നാലും മനുഷ്യാവകാശ ലംഘനം നടന്നാലും നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉമാണ് ഉത്തരമായി വന്നിട്ടുള്ളത്. 2ഉം 3ഉമാണ് ഉത്തരമുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം ഈ വർഷം ചോദിച്ചിട്ടുള്ള ചോദ്യമാണത്. ദേശീയ വരുമാന കണക്കെടുപ്പിൽ ഉപയോഗിക്കുന്ന താഴെ പറയുന്നവയിൽ ഏത് സമവാക്യമാണ് തെറ്റ്? ഉത്തരം ഏതായിരുന്നു? ഓപ്ഷൻ ഡി ആയിരുന്നു ഉത്തരം അല്ലേ? തെറ്റ് പ്രസ്താവന ഇതായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ദേശീയ വരുമാനം കണക്കെടുപ്പാണ് ഇത് ചോദ്യം അല്ലേ? അതിലേതാണ് തെറ്റെന്നുള്ളത് പറയുമ്പോൾ നമ്മളിതായിരുന്നു. ഓപ്ഷൻ ഡി ആണ് തെറ്റ്. ഓക്കെ, നമ്മൾ മുമ്പേ ഒന്നുകൂടി നോക്കിയതാണ്. GDP + NFIA = GNP അല്ലേ? അത് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ്റെ 2025 ക്വസ്റ്റ്യൻ്റെ ഉത്തരമായിരുന്നു അതല്ലേ? അപ്പോൾ അത് പഠിച്ചപ്പോൾ ഒന്ന് പറഞ്ഞ കാര്യമാണ്. ഇതൊക്കെ പഠിച്ച് നമുക്ക് പ്രയോജനമുണ്ടെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ GDP + NFIA എന്തായിരുന്നു? GNP അല്ലേ? അതായത് GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, അതേ പ്ലസ് വിദേശത്തു നിന്നുള്ള സംഭവം കൂടി ചേരുമ്പോഴാണ് എന്താവുക? GNP എന്നുള്ളത് ആവുക അല്ലേ? നെറ്റ് ഫാക്ടർ എന്നുള്ള സംഭവം അല്ലേ? എബ്രോഡ്, NFIA എബ്രോഡ്, എബ്രോഡ് അല്ലേ? എബ്രോഡ് വിദേശത്തുള്ള കട വരുമാനം കൂടി ചേരുമ്പോഴേ നമുക്ക് GNP കിട്ടുകയുള്ളൂ. അപ്പം GDP + NFIA എന്ന GNP ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അതുപോലെ മറ്റൊന്നെന്തായിരുന്നു? NDP + മൂല്യത്തകർച്ച എന്താണ്? GDP ആണ്. NDP + മൂല്യത്തകർച്ച എന്താണ്? GDP ആണ്. ഈ NDP എന്ന് പറഞ്ഞാൽ എന്താണ്? NDP എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റാണ് എന്ത്? NDP. മൊത്ത ആഭ്യന്തര ഉൽപ്പന്നമാണെന്ത്? NDP. മൊത്ത ആഭ്യന്തര ഉൽപ്പന്നമാണെന്ത്? NDP. അതായത് മൊത്തം നെറ്റല്ലേ? എന്ന് പറയുമ്പോൾ അറ്റ അല്ലേ? അറ്റ നെറ്റ് മീൻസ് അറ്റ ആഭ്യന്തര ഉൽപ്പന്നമാണെന്ത്? NDP. ഓക്കെ,
നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റാണ്. നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റാണെന്ത് NDP. നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റാണെന്ത് NDP. നെറ്റ് മീൻസ് അറ്റ, അതായത് അറ്റ എന്ന് പറയുന്ന സംഭവമാണ് നെറ്റ്. അപ്പം അറ്റ ആഭ്യന്തര ഉൽപ്പന്നമാണെന്ത് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് NDP എന്ന് പറഞ്ഞാൽ അല്ലേ. എന്ന് പറഞ്ഞാൽ എന്താണ്? മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തിൽ നിന്നും അല്ലേ, മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തിൽ നിന്നും തേയ്മാനച്ചെലവ് കുറച്ച് കിട്ടുന്നതാണെന്ത്. തേയ്മാനം എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിച്ച് തീരുന്ന സംഭവം. തേയ്മാനച്ചെലവ് കുറച്ച് കിട്ടുന്നതാണെന്ത് ഈ നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയാം. മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തിൽ നിന്നും തേയ്മാനച്ചെലവ് കുറച്ച് കിട്ടുന്ന സംഭവമാണെന്ത് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, അറ്റ ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറഞ്ഞ സംഭവം. തേയ്മാനം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഡെപ്രീസിയേഷനാണ് അല്ലേ. തേയ്മാനം എന്താണ്? ശോഷണം അല്ലെ, ഡെപ്രീസിയേഷനാണ് സംഭവം അത്. അപ്പോൾ NDP പ്ലസ് മൂല്യത്തകർച്ചയാണെന്ത് GDP ആയി കണക്കാക്കുക. NDP പ്ലസ് മൂല്യത്തകർച്ചയാണെന്ത് GDP ആയി കണക്കാക്കുക അല്ലേ. ഇവിടെ കൊടുത്തേക്കെന്ന് പറഞ്ഞാൽ എന്താണ്? NIFA എന്നുള്ള സംഭവമില്ലേ, NIFAയുടെ സംഭവം ശരിക്കും നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം ദി എബ്രോഡ് അല്ലേ. എഴുതുന്നില്ല ഞാൻ, പഠിക്കുക അങ്ങനെ തന്നെ, സമയം എടുത്തുകൊണ്ട് പഠിക്കുക. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് ആണെന്ത് NFIA. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്താ? വിദേശമല്ലേ, വിദേശം. അപ്പോൾ നമുക്ക് GNB കിട്ടണമെങ്കിൽ എന്ത് വേണം? GDP, നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സംഭവത്തിനോട് കൂടി നമുക്ക് എന്തും കൂടെ വേണം അല്ലേ. എന്തും കൂടി ഉണ്ടാക്കണം, എന്തും കൂടി വേണം? വിദേശത്തു നിന്നുള്ള കിട്ടുന്ന സംഭവം കൂടെ വേണം. മനസ്സിലായി? അതാണ് എന്താ പറയുക, നെറ്റ് ഫാക്ടർ അല്ലേ. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. ഇത് സംഭവം ഇതാണ്. വിദേശത്തുള്ള ഇന്ത്യൻ നിവാസികൾ നേടിയ ഘടക വരുമാനം മൈനസ് ഇന്ത്യയിലെ വിദേശ പൗരന്മാർക്ക് നൽകുന്ന ഘടക വരുമാനമാണെന്ത് വിദേശത്തു നിന്നുള്ള മൊത്ത ഘടക വരുമാനം, അല്ലെങ്കിൽ NFIA അല്ലേ. ഞാൻ ഇപ്പോൾ പ്ലസ് പറഞ്ഞത് മൈനസ് ആക്കി കിട്ടുന്നതേ ഉള്ളൂ അല്ലേ. അപ്പോൾ അതെങ്കിലും ആലോചിക്കാനുള്ള ബോധം നമുക്ക് വേണ്ടേ അല്ലേ, എങ്കിലും എഴുതാൻ പറ്റും. അപ്പോൾ NFIA ശരിക്കും എന്താണ്? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം ദി അബ്രോഡാണ്. ഓക്കെ. അപ്പോൾ GNP എന്നോട് ഞാൻ പറയാം. GNP നമുക്ക് അങ്ങനെ ലഭിക്കുന്നുണ്ട്. GDPയോട് കൂടി നമ്മൾ എന്തുകൂടെ ചേർക്കുന്നുണ്ട് അല്ലേ, എന്ത് ചേർക്കണം? വിദേശത്തു നിന്നുള്ള ഘടക വരുമാനം കൂടി നമ്മൾ ചേർത്തേ പറ്റുകയുള്ളൂ. അതാണ് NFIയും കൂടി ചേർക്കണം. അപ്പോൾ അത് കിട്ടും അല്ലേ. അപ്പോൾ ദേശീയ വരുമാനത്തെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് ഉറപ്പായില്ലേ, ആ ഭാഗം നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ നമ്മളെടുത്ത് ഉത്തരം ശരിക്കും എന്താണ് നോക്കാം. ദേശീയ വരുമാന കണക്കെടുപ്പിൽ ഉപയോഗിക്കുന്ന താഴെ പറയുന്നതിൽ തെറ്റെന്തായിരുന്നു? ഇത് തെറ്റ് നമുക്ക് ഏതാണെന്ന് അറിയായിരുന്നു. ഓപ്ഷൻ D ആണ് നമ്മുടെ ഉത്തരം. ഇതായിരുന്നു തെറ്റില്ല. ബാക്കി പ്രസ്താവനകളൊക്കെ ഒന്ന് നന്നായിട്ട് വായിച്ചു വെച്ചേക്കാം. ഓക്കെ. നമുക്ക് ഈ പ്രസ്താവന വീണ്ടും നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. GDP അല്ലേ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ചോദിക്കാം. അതിൻ്റെ കൂടെ NFIയോട് ചേരുമ്പോൾ എന്ത് കിട്ടുക? GNB കിട്ടുക. ഓക്കെ. അത് തന്നെ വേണേൽ ചോദിക്കാൻ നമുക്ക് വളരെ ചാൻസ് ഉണ്ട്. ഓക്കെ, മറക്കണ്ട. അടുത്ത ക്വസ്റ്റ്യൻ. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യയിൽ മഹലനോബിസ് മാതൃക പ്രയോഗിച്ചത്? അതിൻ്റെ പ്രധാന ഊന്നൽ എന്തായിരുന്നു അല്ലേ. മഹലനോബിസ് മാതൃക എന്ന് പറയുമ്പോൾ നമുക്ക് ഉത്തരം ഏതെന്ന് ശരിക്കും അറിയാം. ഏതാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതി ആയിരുന്നു ഉത്തരം അല്ലേ. രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്ന് വായിച്ചാൽ ബാക്കിയൊന്നും ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് തന്നെ എഴുതാം അല്ലേ. അതിൻ്റെ ഖന, അടിസ്ഥാന, മൂലധന, ഗുഡ് വ്യവസായങ്ങളിലെ നിക്ഷേപമായിരുന്നു അല്ലേ മഹലനോബിസ് മാതൃക രണ്ടാം പഞ്ചവത്സര പദ്ധതി. അതിൻ്റെ കൂടെ നമുക്ക് എന്തും കൂടിയൊക്കെ ഓർക്കാം. വ്യവസായങ്ങളുടെ പരിപാടിയാണെന്ത് അവിടെ നടക്കുന്നത് അല്ലേ. രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ വ്യവസായമായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. മഹലനോബിസ് മാതൃക അനുസരിച്ചാണ് അവിടെ നടക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്കറിയാവുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ വർഷം ഏതാണ്? 1901 എഴുതാം കേട്ടോ. 1956 മുതൽ 61 വരെയാണെന്ത് രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയല്ലേ. രണ്ടാം പഞ്ചവത്സര പദ്ധതി 1956 മുതൽ 61 വരെയായിരുന്നു അല്ലേ. ഇനി ഈ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? സിമ്പിളായി അങ്ങ് ചോദിച്ചാലോ. 1951 ആണെന്ത് രണ്ടാം പഞ്ചവത്സര പദ്ധതി പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം. പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം എന്നാണ് 1951 ആണ് അല്ലേ. അപ്പോൾ രണ്ടാമത്തെ എന്നാണ്? 1956 to 61 രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലമെന്ന് പറയില്ലേ. അവിടെ നെഹ്റു അതിൻ്റെ അധ്യക്ഷൻ. അപ്പോൾ ഇവിടെ ഊന്നൽ കൊടുത്ത പരിപാടി എന്തായിരുന്നു? വ്യവസായമാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഊന്നൽ കൊടുത്ത പരിപാടി.
വ്യവസായമാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് ഊന്നൽ കൊടുത്ത പരിപാടി. വ്യവസായ നയം അവിടെ ഉണ്ടാക്കിയിരുന്നു. വ്യവസായ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ഉണ്ടാക്കിയിരുന്നു. ആ സമയത്ത് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ, വ്യവസായ നയം 1956 ഉണ്ടാക്കിയിരുന്നു. അവിടെ എന്താണ് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ നയം എന്ന് പറഞ്ഞാൽ വ്യവസായ നയമായിരുന്നു ആ സമയത്ത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ളൂ അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ദേശീയ ഹൈവേ ആക്ട് വന്ന സമയമായിരുന്നു. മഹലനോബിസ് മാതൃകയുടെ അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതി അവതരിപ്പിക്കുക. മഹലനോബിസ് മാതൃക അല്ലേ. അപ്പോൾ ഇതിനകത്ത് മറ്റു പല പരിപാടികളുമുണ്ട്. വ്യവസായങ്ങൾ മാത്രമല്ല, മറ്റെന്തും കൂടി ഉണ്ടായിരുന്നു. വ്യവസായ പുരോഗതി കൂടാതെ തന്നെ ഗതാഗത പുരോഗതി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ലക്ഷ്യം എന്തൊക്കെയാണ്? ഗതാഗത ലക്ഷ്യമുണ്ടായിരുന്നു, മിശ്ര സമ്പദ് വ്യവസ്ഥ ലക്ഷ്യമുണ്ടായിരുന്നു, തൊഴിലവസരം ഉണ്ടാക്കാൻ ലക്ഷ്യമുണ്ടായിരുന്നു. മനസ്സിലായി. അതുപോലെ ഘടനാപരമായ പരിവർത്തനം കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുകൊണ്ടിരുന്നവർ. അതുപോലെ ആണവോർജ്ജ മേഖലയിൽ കൂടുതൽ പ്രവർത്തനം ചെയ്യാൻ വേണ്ടി ഒരു ലക്ഷ്യമിട്ടിരുന്നു. ഇതൊക്കെ ലക്ഷ്യങ്ങളായിരുന്നു. ലക്ഷ്യങ്ങൾ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വേറൊരു പോയിന്റ് ഉള്ളത് ഇവിടെ ഘന അടിസ്ഥാന മൂലധന ഗുഡ്സ് നമുക്കറിയാവുന്നതാണ്. പോട്ടെ. മറ്റൊന്നുള്ളത് DRDO അല്ലേ, നിലവിൽ വന്നത് ഈ രണ്ടാം പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്. 1958 DRDO വന്നതും ഈ പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്. അപ്പോൾ നമുക്ക് വ്യവസായം എന്ന് പറയുമ്പോൾ ഏതൊക്കെ വ്യവസായ കേന്ദ്രമാണ് ഉണ്ടായത് അല്ലേ? നമ്മളെപ്പോഴും പറ്റി PSCക്ക് പഠിക്കുമ്പോൾ പ്രിലിംസ് അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ അല്ലാതെ മറ്റേതൊക്കെ പഠിക്കാറുണ്ടല്ലോ. ഏതൊക്കെയായിരുന്നു ഇത് അല്ലേ? അതായത് ഭിലായ്, റൂർക്കല, ദുർഗാപൂർ ഒക്കെ ഉണ്ട് അല്ലേ. ഭിലായുടെ റഷ്യ ആയിരുന്നു, റൂർക്കല ജർമ്മനി ആയിരുന്നു, ദുർഗാപൂർ ബ്രിട്ടൻ്റെ ആയിരുന്നു. സിമ്പിളാണ്, അറിയാവുന്ന കാര്യമല്ലേ. അതറിയാത്ത ഒരാളും ഇത് എഴുതുന്നില്ലല്ലോ. അപ്പോൾ അതായിരുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതിക്കാലത്തുള്ള പരിപാടി അല്ലേ. രണ്ടാം പഞ്ചവത്സര പദ്ധതിക്കാലത്തെ പരിപാടി അതൊക്കെയായിരുന്നു. കൂടാതെ തന്നെ ഈ സമയത്ത് ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എത്രയായിരുന്നു? രണ്ടാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് ലക്ഷ്യമിട്ട വളർച്ചാ പദ്ധതി എത്ര നിരക്കായിരുന്നു? അത് ചോദിക്കാം, ഡീറ്റെയിൽഡ് ചോദിച്ചാൽ അങ്ങനെ ചോദിക്കാം. 4.5 അവർ ലക്ഷ്യം വെച്ചത്. വളർച്ചാ നിരക്ക് 4.5 ലക്ഷ്യം വെച്ചു. പക്ഷെ കിട്ടിയ എത്രയാണ്? 4.25 കുറച്ചില്ലേ, 4.27 കിട്ടിയുള്ളൂ. ഇച്ചിരി വ്യത്യാസമുള്ളൂ അല്ലേ. 4.5 ലക്ഷ്യം വെച്ചു, പക്ഷേ 4.27 അവർക്ക് കിട്ടുക. ലക്ഷ്യം 4.5 ആയിരുന്നു, പക്ഷേ 4. കിട്ടിയ എത്രയാണ്? 4.2 അവർക്ക് കിട്ടുക. അപ്പോൾ ഓർക്കുമ്പോൾ വ്യവസായമാണ്, മഹലനോബിസ് മാതൃകയാണല്ലേ. കുറേ ലക്ഷ്യങ്ങൾ അവർക്കുണ്ടായിരുന്നു, അതൊക്കെ നേടി. DRDO വന്നതും ആ സമയത്താണെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക അല്ലേ. വർഷം 56 മുതൽ 61 വരെ ആയിരുന്നു ഇതിൻ്റെ കാലാവധി എന്ന് ഓർക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ 2 തരം ആദായ നികുതികൾ ഏതൊക്കെയാണ്? 2 തരം ആദായ നികുതികൾ ഏതൊക്കെയാണ്? ഒന്ന്, ഉത്തരം നോക്കതാണ് ഓപ്ഷൻ സി അല്ലേ. 2 തരം ആദായ നികുതി ഏതൊക്കെയാണ്? വ്യക്തിഗത ആദായ നികുതിയും കോർപ്പറേഷൻ നികുതിയും. വ്യക്തിഗത ആദായ നികുതിയും കോർപ്പറേഷൻ നികുതിയുമാണെന്ത്? 2 തരം ആദായ നികുതികൾക്ക് ഉദാഹരണം. ഇന്ത്യയിലെ 2 തരം ആദായ നികുതികൾ ഏതൊക്കെയാണ്? വ്യക്തിഗത ആദായ നികുതിയും അതുപോലെ തന്നെ കോർപ്പറേഷൻ നികുതിയുമാണ് വന്നിട്ടുള്ളത്. കോർപ്പറേഷൻ നികുതി. അടുത്ത ക്വസ്റ്റ്യൻ, RBIയുടെ ഓപ്പൺ മാർക്കറ്റ് പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? RBIയുടെ ഓപ്പൺ മാർക്കറ്റ് പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് ഉത്തരം. മണി മാർക്കറ്റിൽ യോഗ്യമായ സെക്യൂരിറ്റികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക. RBIയുടെ ഓപ്പൺ മാർക്കറ്റ് പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? മണി മാർക്കറ്റിൽ യോഗ്യമായ സെക്യൂരിറ്റികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതാണ് ആരുടെ ജോലി? RBIയുടെ ഓപ്പൺ മാർക്കറ്റിംഗ് പ്രവർത്തനം. RBIയുടെ ഓപ്പൺ മാർക്കറ്റിംഗ് പ്രവർത്തനമാണ്. RBI എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് നമുക്ക് അല്ലേ. RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലേ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ ആണ് അതിൻ്റെ ആസ്ഥാനം, നമുക്കറിയില്ലേ. മുംബൈ ആണ് ആസ്ഥാനം. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പോകുന്നില്ല. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇവിടെ നെക്സ്റ്റ് പോയിന്റ് CRR മാറ്റിക്കൊണ്ട് വാണിജ്യ ബാങ്കുകളുടെ പ്രവേശനത്തിനൊക്കെ സ്വാധീനം. CRR എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മാത്രം ഒന്ന് പറയാം. CRR എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊന്ന് മനസ്സിലാക്കിയിരിക്കാം. CRR എന്ന് പറഞ്ഞാൽ എന്താണ്? CRR എന്ന് പറഞ്ഞാൽ ക്യാഷ് റിസർവ് റേഷ്യോ. പഠിക്കുക. ക്യാഷ്
റിസർവ് റേഷ്യോ. CRR എന്താണ്? ക്യാഷ് റിസർവ് റേഷ്യോ. ക്യാഷ് റിസർവ് റേഷ്യോ ആണെന്ത്? കരുതൽ ധനാനുപാതം. ക്യാഷ് റിസർവ് ചെയ്യുക, കരുതുക. കരുതൽ ധനാനുപാതം. റിസർവ് റേഷ്യോ അനുപാതം നമുക്കറിയാം. റിസർവ് മീൻസ് കരുതുക. ഓക്കെ, അപ്പോൾ ക്യാഷ് റിസർവ് റേഷ്യോ, കരുതൽ ധനാനുപാതമാണെന്ത്? ഈ CRR എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താണ്? വാണിജ്യ ബാങ്കുകൾ തങ്ങളുടെ ഡിമാൻഡ് ഡിപ്പോസിറ്റിൻ്റെ ഒരു നിശ്ചിത ശതമാനം റിസർവ് ബാങ്കിൽ കരുതൽ ധനമായി നിക്ഷേപിക്കുന്നു. അതാണെന്ത്? കരുതൽ ധനാനുപാതം അല്ലെങ്കിൽ ക്യാഷ് റിസർവ് റേഷ്യോ. എന്നോട് പറയാം, നമ്മുടെ വാണിജ്യ ബാങ്ക്, എല്ലാ ബാങ്കുകളും വാണിജ്യ ബാങ്കുകൾ എന്ത് ചെയ്യുന്നു? തങ്ങളുടെ ഡിമാൻഡ് ഡിപ്പോസിറ്റ് ഒരു ശതമാനം അല്ലേ, നമ്മൾ ബാങ്കിൽ പൈസ എല്ലാ ബാങ്കിലും ഇടുന്നു. ഈ ബാങ്കുകാർ ശരിക്കും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു നിശ്ചിത എമൗണ്ട് ശരിക്കും എന്തുണ്ട്? ഡിപ്പോസിറ്റ് അവിടെ ചെയ്യുന്നുണ്ട്. നമ്മുടെ റിസർവ് ബാങ്കിൽ എന്ത് ചെയ്യുന്നു? ഒരു കരുതൽ ധനമായിട്ട് നിക്ഷേപിക്കുന്നുണ്ട്. അതാണെന്ത്? ക്യാഷ് റിസർവ് റേഷ്യോ. അപ്പോൾ വാണിജ്യ ബാങ്കുകൾ നമ്മളുടെ എന്നുവെച്ചാൽ വാണിജ്യ ബാങ്കിൻ്റെ ഡിമാൻഡ് ഡിപ്പോസിറ്റിൻ്റെ ഒരു ശതമാനം റിസർവ് ബാങ്കിൽ കരുതൽ ധനമായിട്ട് നിക്ഷേപിക്കുന്നതാണെന്ത്? CRR. അപ്പോൾ റിസർവ് ബാങ്കിൽ എന്തുണ്ട്? ഒരു നിക്ഷേപമുണ്ട് അല്ലേ, അവിടെ നമ്മൾ കരുതി വയ്ക്കുന്നു. ആ സംഭവമാണെന്ത്? ക്യാഷ് റിസർവ് റേഷ്യോ. വാണിജ്യ ബാങ്കുകൾ തങ്ങളുടെ ഡിമാൻഡ് ഡിപ്പോസിറ്റിൻ്റെ നിശ്ചിത ശതമാനം എന്ത് ചെയ്യുന്നു? റിസർവ് ബാങ്കിൽ കരുതൽ ധനമായി നിക്ഷേപിക്കുന്നതാണെന്ത്? കരുതൽ ധനാനുപാതം അല്ലെങ്കിൽ CRR അല്ലെങ്കിൽ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയും. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനും ഈ സിവിക്സ് ഭാഗത്തുനിന്ന് വരുന്നതല്ലേ. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്ന ഉപഭോക്തൃ അവകാശങ്ങൾ ഏതൊക്കെയാണ്? 1. സുരക്ഷിതത്വത്തിനുള്ള അവകാശം. 2. വിവരങ്ങൾ അറിയാനുള്ള അവകാശം. 3 കൊടുത്തേക്കുന്നത് തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം. 4. കേൾക്കാനുള്ള അവകാശം. 5. പരിഹാരം തേടാനുള്ള അവകാശം. അവബോധത്തിനുള്ള അവകാശം അല്ലേ. ഇതിൽ ഉത്തരം നമുക്ക് എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി അല്ലേ. 1, 2, 3, 4, 5, 6 നമ്മുടെ സംഭവം അല്ലേ. എന്തൊക്കെ അവകാശങ്ങൾ നമുക്കുണ്ട്? 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്നുള്ളതിൽ എന്തൊക്കെ അവകാശം ഉപഭോക്താവിന് കിട്ടേണ്ടുന്ന അവകാശങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, സുരക്ഷിതത്തിനുള്ള അവകാശം, വിവരങ്ങൾ അറിയാനുള്ള അവകാശമുണ്ട്, സാധനം തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്, അത് കേൾക്കാനുള്ള അവകാശമുണ്ട്, പരിഹാരം തേടാനുള്ള അവകാശമുണ്ട്, അവബോധത്തിനുള്ള അവകാശവും നമുക്ക് ഉണ്ടല്ലേ. എന്ന് പറഞ്ഞാൽ എല്ലാം ശരി എന്നൊക്കെ പറഞ്ഞാൽ പോരായിരുന്നു അല്ലേ. അപ്പോൾ 1, 2, 3, 4, 5, 6 അല്ലേ. നമുക്ക് തെറ്റിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതിനാണ് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധയോടുകൂടി വായിച്ച് വേണം മനസ്സിലാക്കുക. പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ട്, കാം ആൻഡ് ക്വയറ്റായിട്ടായിരിക്കണം എന്നുള്ളത് പ്രത്യേകം ഓർത്തിരിക്കുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഈ ഭാഗത്ത് വരുന്നതാണ്. നീർത്തട പരിപാലന പരിപാടികൾ പ്രധാനമായും ലക്ഷ്യമിടുന്ന എന്താണ്? നീർത്തട പരിപാലന പരിപാടികൾ പ്രധാനമായും ലക്ഷ്യമിടുന്ന എന്താണ്? നമ്മുടെ ഉത്തരം എന്താണ്? ഭൂഗർഭ ജല റീചാർജും മണ്ണ് സംരക്ഷണവും മെച്ചപ്പെടുത്തുക. നീർത്തട പരിപാലന പരിപാടി എന്ന് പറയുന്നത് നീർത്തടം വെള്ളമാണല്ലേ. അപ്പോൾ ഭൂഗർഭജല റീചാർജും അതുപോലെ മണ്ണ് സംരക്ഷണവും മെച്ചപ്പെടുത്തുക. നമ്മുടെ ഇവിടെ നമുക്ക് അടുത്ത പോയിൻറ്റ്സ് വായിക്കുമ്പോൾ ഇതൊന്നും അല്ല നമുക്ക് മനസ്സിലാവുകയെ. ഓക്കെ, സോ ഇത് തന്നെ നമ്മുടെ ഉത്തരത്തിലേക്ക് നമ്മൾ എത്താൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെയും കൂടി ചെയ്യണം. ഡിഗ്രി പ്രിലിംസ് എന്ന് പറയുമ്പോൾ അങ്ങനെ കുറച്ചുകൂടി ആലോചിച്ച് ചെയ്യാനുള്ള ചോദ്യപേപ്പർ തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ ആ ആലോചനയിൽ കൂടി തന്നെ വേണം ഉത്തരങ്ങൾ കണ്ടെത്തുക. ചുമ്മാ ഉത്തരം ഡയറക്റ്റഡ് ഉണ്ടാവും, ഒരിക്കലും ഉണ്ടാവില്ല. നമ്മൾ മറ്റ് ഓപ്ഷൻസ് വെട്ടിക്കളഞ്ഞ് നമുക്ക് മറ്റതിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അങ്ങനെ ഒരു മെൻറ്റാലിറ്റി വേണം നമ്മളിവിടെ ഇരിക്കാൻ തന്നെ. ഓക്കെ, അങ്ങനെ ഇരിക്കുക, അങ്ങനെ പരീക്ഷ എഴുതുക. നീർത്തട പരിപാലന പരിപാടികൾ പ്രധാനം ലക്ഷ്യമിടുന്ന എന്താണ്? ഭൂഗർഭജല റീചാർജും മണ്ണ് സംരക്ഷണവും മെച്ചപ്പെടുത്തുക. നിങ്ങൾ ഈ ഓപ്ഷൻസ് വായിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം നീർത്തട പരിപാലന പരിപാടിയുമായിട്ട് യാതൊരു ബന്ധവും അവിടെ വരുന്നില്ല, പരിപാലിക്കാൻ വരുന്നില്ല. പരിപാലിക്കുന്ന ഇവിടെ മാത്രമേ ഉള്ളൂ ഭൂഗർഭം റീചാർജ് ചെയ്തും മണ്ണ് സംരക്ഷിച്ചവർക്ക് പരിപാലനം സംരക്ഷിക്കാൻ സാധിക്കുന്നുള്ളൂ എന്ന് മനസ്സിലാകും. ഓക്കെ, ഇവിടെ ഈ ക്വസ്റ്റ്യൻസ് തുടർന്ന് നോക്കാം. സാമൂഹിക സുരക്ഷയെ സാമൂഹ്യക്ഷേമത്തിൽ നിന്ന് വേർതിരിക്കുന്ന വിശിഷ്ടത എന്താണ്? ഇവിടെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ വിച്ച് പ്രിൻസിപ്പിൾ അണ്ടർലൈങ് ലേബർ ലെജിസ്ലേഷൻ മോസ്റ്റ് ഡയറക്റ്റ്ലി സപ്പോർട്ടിങ് ഫെയർ വർക്കിംഗ് കണ്ടീഷൻസ് ഇല്ലേ. ഇവിടെ നമ്മൾ സാമൂഹ്യം എന്ന് നോക്കുമ്പോൾ നോക്കാം, ഇതാണ് ഉണ്ടോ.
സാമൂഹ്യ സുരക്ഷയെ സാമൂഹ്യക്ഷേമത്തിൽ നിന്നും വേർതിരിക്കുന്ന സവിശേഷത ഏതാണ്? അല്ലേ? ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. സംഭാവനയെയോ പദവിയെയോ അടിസ്ഥാനമാക്കിയുള്ള നിയമപരമായ അവകാശമാണിത്. സാമൂഹ്യ സുരക്ഷയെ സാമൂഹ്യക്ഷേമത്തിൽ നിന്നും വേർതിരിക്കുന്ന സംഭവം എന്താണ്? സംഭാവനയെയോ പദവിയെയോ അടിസ്ഥാനമാക്കിയുള്ള നിയമപരമായ അവകാശമാണെന്ന് ഈ പരിപാടി. നെക്സ്റ്റ് ചോദ്യം. ഫലപ്രദമായ ഗ്രാമീണ തൊഴിൽ പരിപാടികൾക്ക് വികേന്ദ്രീകരണം പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ലേ? ഫലപ്രദമായ ഗ്രാമീണ തൊഴിൽ പരിപാടികൾക്ക് വികേന്ദ്രീകരണം പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇത് പ്രാദേശിക ഉത്തരവാദിത്വവും ആസൂത്രണവും മെച്ചപ്പെടുത്തുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. തൊഴിൽ നിയമനിർമ്മാണത്തിന് അടിസ്ഥാനമായ ഏത് തത്വമാണ് ന്യായമായ തൊഴിൽ സാഹചര്യങ്ങളെ ഏറ്റവും നേരിട്ട് പിന്തുണയ്ക്കുന്നത്? ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. അസമമായ വിലപേശൽ, ശക്തിയിൽ നിന്ന് തൊഴിലാളികളുടെ സംരക്ഷണം. കുറച്ച് ബുദ്ധി പ്രയോഗിച്ചാൽ കിട്ടാവുന്ന ഉത്തരമുള്ള സിമ്പിളായ ചോദ്യങ്ങളാണിത് കേട്ടോ. നമ്മളത് ഉത്തരത്തിലേക്ക് എത്തണം. അസമമായ വിലപേശൽ, ശക്തിയിൽ നിന്നും തൊഴിലാളികളുടെ സംരക്ഷണമാണ് അവിടെ ഉത്തരം വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ചോദ്യം കൂടി നോക്കാം. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സാമൂഹിക സാമ്പത്തിക വികസനത്തെ ഏറ്റവും നന്നായി പ്രതിഫലിപ്പിക്കുന്ന സൂചകം ഏതാണ്? എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സാമൂഹിക സാമ്പത്തിക വികസനത്തെ ഏറ്റവും നന്നായി പ്രതിഫലിപ്പിക്കുന്ന സൂചകം ഏതാണ്? ഉത്തരം ഏതാണ്? മനുഷ്യ വികസന സൂചിക. മനുഷ്യ വികസന സൂചികയാണ്. ഓക്കെ, മനുഷ്യ വികസന സൂചികയാണ്. സാമൂഹിക സാമ്പത്തിക വികസനത്തെ നന്നായി പ്രതിഫലിപ്പിക്കുന്ന സൂചകം ഏതാണ്? മനുഷ്യ വികസന സൂചകമാണ് കേട്ടോ. മനുഷ്യ വികസന സൂചികയാണ് പറഞ്ഞേക്കുന്നത്. നമുക്കിതൊന്നും അല്ല, ബാക്കിയൊന്നും അല്ല, നമുക്ക് അറിയാം കേട്ടോ. അപ്പോൾ അത് പഠിച്ചിരുന്നാൽ നമുക്കിത് വെട്ടിക്കളഞ്ഞ് ബാക്കി എഴുതാൻ പറ്റും. അങ്ങനെ ഇവിടെ ഓർക്കുക. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സാമൂഹിക സാമ്പത്തിക വികസനത്തെ ഏറ്റവും നന്നായി പ്രതിഫലിപ്പിക്കുന്ന സൂചകം ഏതാണ്? മനുഷ്യ വികസന സൂചികയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ 2 ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞു. ഒരെണ്ണം കൂടി നമുക്ക് നോക്കാം. 16ാമത്തെ ക്വസ്റ്റ്യന് ഇത് 48/2026 സെക്കൻഡ് ടൈമിൻ്റെ ചോദിച്ചതാണ്. ആത്മനിർഭർ ഭാരത് ലക്ഷ്യമിടുന്നത് എന്താണ്? ഉത്തരം ഏതായിരുന്നു? ഉത്തരം എല്ലാം ഉണ്ടല്ലേ. ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കുക, വ്യവസായ മേഖലയിൽ വേഗത്തിലുള്ള സാങ്കേതികവിദ്യ സ്വീകരിക്കുക, നൂതനം കൊടുക്കുക, കൃഷിയും അനുബന്ധ മേഖലയും ശക്തിപ്പെടുത്തുക. മുകളിൽ പറഞ്ഞ എല്ലാം എന്നാണ് നമ്മുടെ ഉത്തരം വരുന്നത്. ഓക്കെ അല്ലേ? ഒന്ന് വായിച്ചാൽ മതി. നെക്സ്റ്റ്, ഏറ്റവും ഉയർന്ന ദ്രവതയുള്ള പണസ്റ്റോക്ക് അളവ് ഏതാണ്? ലിക്വിഡിറ്റി അല്ലേ, പണസ്റ്റോക്ക് അളവ് ഏതാണ്? ഉത്തരം ഏതായിരുന്നു നമുക്ക്? ഓപ്ഷൻ എ M1 എന്നുള്ളത് അല്ലേ, M1 എന്നുള്ളതാണ്. നെക്സ്റ്റ്, പലിശ അടയ്ക്കുന്നതിനേക്കാൾ ധനക്കമ്മി കൂടുതലാകുന്നതിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. പലിശ അടയ്ക്കുന്നതിനേക്കാൾ ധനക്കുറവ് കൂടുന്നതിനെ എന്ത് വിളിക്കുന്നു? ഉത്തരം ഏതായിരുന്നു? ഉത്തരം നമുക്കറിയാം. ഇതാണ് പ്രാഥമിക കമ്മി എന്നാണ് അതിനെ വിളിക്കുക. പ്രാഥമിക കമ്മി എന്നായിരുന്നു അതിനെ വിളിച്ചുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് ചോദ്യം. അടുത്ത ചോദ്യം വീണ്ടും വന്നു കണ്ടില്ലേ. മഹലനോബിസ് മാതൃകയെ അടിസ്ഥാനമാക്കിയുള്ള 2ാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ കൊടുത്ത എന്തിനു വേണ്ടിയായിരുന്നു? ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി അല്ലേ, ഖനവ്യവസായങ്ങളുടെ വളർച്ചയിലായിരിക്കണം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ഓക്കെ, ഖനവ്യവസായങ്ങളുടെ. ഓക്കെ അല്ലേ? ഓപ്ഷൻ സി ആണ് നമുക്ക് ഉത്തരം. അടുത്ത ചോദ്യം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയില്ലാത്തത്? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏതാണ്? 2 ഉണ്ടല്ലോ. ഒന്ന് അല്ലേ, 2 എയും ബിയും ഉണ്ട്. ഉത്തരം ശരിക്കും ഏതാണ്? ശരിക്കും പറഞ്ഞാൽ ഉത്തരം 2 വരുന്നുണ്ട് അല്ലേ. ഉത്തരം നമ്മൾ ഓപ്ഷൻസ് വായി 2 വരുന്നുണ്ട്. ഉത്തരം അപ്പോൾ എയും ബിയുമാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം അല്ലേ. സമ്പദ് വ്യവസ്ഥ. കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൻ്റെ 5% നിലവിലെ വിലയിൽ സംഭാവന ചെയ്യുന്നു. കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങൾ തൊഴിൽ സേനയുടെ 50% താഴെയാണ്. 2 പ്രസ്താവനകളും ശരിയാണ്. ഓക്കെ അല്ലേ? അടുത്തത് പൊളിറ്റിക്സ് അല്ലേ. നിയമനിർമ്മാണ ഉദ്ദേശത്തെ പ്രവർത്തനമാക്കി മാറ്റുന്നതിൽ എക്സിക്യൂട്ടീവിൻ്റെ പങ്കെന്താണ്? ഓപ്ഷൻ ബി നയനിർവഹണമാണ്. എക്സിക്യൂട്ടീവിൻ്റെ നയനിർവഹണം. നെക്സ്റ്റ് ചോദ്യം. വിവരാവകാശ ചട്ടക്കൂടിൻ്റെ ഏത് സവിശേഷതയാണ് പൊതു അധികാരികളുടെ പൗരമേൽനോട്ടത്തെ ശക്തിപ്പെടുത്തുന്നത്? വിവരാവകാശ ചട്ടക്കൂടിൻ്റെ ഏത് സവിശേഷതയാണ് പൊതു അധികാരികളുടെ പൗരമേൽനോട്ടത്തെ ശക്തിപ്പെടുത്തുന്നത്? അപ്പോൾ ഇവിടെ എന്താണ് ഉത്തരം വരുന്നത്?
ഉത്തരം നമുക്ക് എന്താണ്? ഓപ്ഷൻ എ ഉത്തരം. പ്രധാന വിവരങ്ങളുടെ നിർബന്ധിത മുൻകരുതൽ വെളിപ്പെടുത്തൽ. പ്രധാന വിവരങ്ങളുടെ നിർബന്ധിത മുൻകരുതൽ വെളിപ്പെടുത്തലാണ് എന്ത്? വിവരാവകാശ ബന്ധപ്പെട്ട് വരുന്ന സംഭവം. ഓക്കെ, പ്രധാന വിവരങ്ങളുടെ നിർബന്ധിത മുൻകരുതൽ വെളിപ്പെടുത്തൽ. ഓക്കെ അല്ലേ? വായിച്ച നമുക്ക് കിട്ടുമേ. നോക്കാമല്ലോ. അന്താരാഷ്ട്ര മനുഷ്യാവകാശ ഉടമ്പടികൾ പാലിക്കുന്നുണ്ടോ എന്ന് പ്രധാനമായും നിരീക്ഷിക്കുന്ന മനുഷ്യാവകാശ സംഘടന ഏതാണ്? ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി അല്ലേ? ഉത്തരം ഏതാണ്? മനുഷ്യാവകാശ ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ കൗൺസിൽ. ഓക്കെ, അതാണ് കേട്ടോ. നെക്സ്റ്റ്, ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾ പ്രധാനമായും ഏത് വിപണി പരാജയം പരിഹരിക്കാൻ ലക്ഷ്യമിടുന്നു? ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾ പ്രധാനമായും ഏത് വിപണി പരാജയം ലക്ഷ്യമിടുന്നു, പരിഹരിക്കാൻ ലക്ഷ്യമിടുന്നു? ഏതാണ്? ഉത്തരം ഏതായിരുന്നു? വിവര അസമമിതി. ഈ ഒരു പോയിന്റ് നമ്മൾ ഇവിടെ വായിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചിരുന്നു. വിവര അസമമിതി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് അത്രയും കഴിഞ്ഞു. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കൂടി ഉൾപ്പെടുത്തി അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. നെക്സ്റ്റ് ജസ്റ്റ് ഇൻസ്ട്രക്ഷൻ നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് പോകാം. ഈ 5 ദിവസം എന്ന് പറയുമ്പോഴത് പ്രധാനമായിട്ടും 3-4 ദിവസം നമുക്ക് പഠിക്കാം. നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക, നന്നായി റിവിഷൻ ചെയ്യുക. ഓക്കെ, നന്നായി റിവിഷൻ ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക നന്നായിട്ട്. ഇത്രയും നാൾ നമ്മൾ കണ്ടൻറ്റ് ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇനി ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക, ഡിസ്കസ് ചെയ്ത് നമ്മുടെ പോയിന്റ് എത്തുന്നുണ്ടെന്ന് നോക്കുക, അത് വായിച്ച് മനസ്സിലാക്കി അങ്ങനെ ഉത്തരം എഴുതാമെന്ന് ആലോചിച്ച് പോവുക. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. വീണ്ടും നമുക്ക് കാണാം. ക്വസ്റ്റ്യൻസും ഡിസ്കഷനുമായി 5 ദിവസം ഞാൻ ഉണ്ടായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗൈൻ.